ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു വൻമതിൽ തകർന്നു വീണ ദിവസം കൂടിയാണെന്ന്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയപരമായി പൂട്ടാനും നിയമക്കുരുക്കുകളിൽ തളച്ചിടാനും സംഘപരിവാർ അടക്കമുള്ള എതിരാളികൾ നടത്തിയ ഏറ്റവും വലിയ നീക്കങ്ങളിലൊന്ന് സുപ്രീം കോടതി വിധിയോടെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. വി ഡി സവർക്കർക്കെതിരായ പരാമർശത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ക്രിമിനൽ മാനനഷ്ട കേസ് സുപ്രീം കോടതി പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നു. പ്രോസിക്യൂഷനുമായി മുന്നോട്ട് പോകാൻ ക്രിമിനൽ നിയമത്തിലെ നടപടി പ്രകാരം ആവശ്യമുള്ള പ്രത്യേക നിയമപരമായ അനുമതി ഉത്തർപ്രദേശ് സർക്കാർ നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ദീപങ്കർ ദത്ത, ജസ്റ്റിസ് ഷീൽ നാഗു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് രാഹുൽ ഗാന്ധിയുടെ ഹർജി അംഗീകരിച്ചത്. കേസ് അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിയമപരമായ അടിസ്ഥാനപരമായ അനുമതി പോലും ഇല്ലാതെയാണ് ഇത്രയും നാൾ ഈ വിഷയം ഒരു വലിയ തട്ടിപ്പായി ഉയർത്തിക്കാണിച്ചെന്ന സത്യമാണ് കോടതിയിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് എന്നുള്ളത്? എന്തുകൊണ്ടാണ് സംഘപരിവാറിന് ഇത്രയും വലിയ ചൊറിച്ചിൽ രാഹുൽ ഗാന്ധിയോട് ഉണ്ടാകുന്നത് എന്നുള്ളതിന് സവർക്കർ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മാപ്പെഴുതി നൽകിയതിന്റെ വ്യക്തമായ തെളിവുകളും ചരിത്രരേഖകളും മുൻനിർത്തി തന്നെയാണ് രാഹുൽ ഗാന്ധി അന്ന് സംസാരിച്ചത്. ആ രേഖകൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതാണ് ഇക്കൂട്ടരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വായി അടപ്പിക്കുക, കേസുകളിൽ കൊടുക്കുക, അങ്ങനെ അദ്ദേഹത്തിന്റെ ലോക്സഭ അംഗത്വം പോലും ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഇതിന് പിന്നിലെ കുബുദ്ധി എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. മുമ്പ് 2019 കർണാടകയിലെ കോലാറിൽ നടന്ന പ്രസംഗത്തിൽ എല്ലാ കള്ളന്മാർക്കും മോദി എന്ന കുടുംബ പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചതിന്റെ പേരിൽ 2023 മാർച്ച് 23 സൂറത്ത് കോടതി രാഹുലിന് 2 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും അദ്ദേഹത്തിന്റെ MP സ്ഥാനം നഷ്ടമാവുകയും ചെയ്തിരുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ 2023 ഓഗസ്റ്റിൽ സുപ്രീം കോടതി ആ വിധി സ്റ്റേ ചെയ്യുകയും അദ്ദേഹത്തിന്റെ MP സ്ഥാനം പുനഃസ്ഥാപിച്ചു നൽകുകയും ചെയ്തിരുന്നു. ആ സൂറത്ത് മോഡൽ നാടകം സവർക്കർ കേസിലൂടെയും ആവർത്തിക്കാമെന്നായിരുന്നു സംഘപരിവാറിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ ആ ചില്ലുകൊട്ടാരോ ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ കേസും ഭീഷണിയുമായി മുന്നോട്ട് പോയാൽ പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നവർക്ക് ഇതൊരു കനത്ത തിരിച്ചടി കൂടിയാണ്. ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ സംഘപരിവാർ നടത്തുന്ന വലിയൊരു കടന്നുകയറ്റത്തിനാണ് സുപ്രീം കോടതി ഇതോടുകൂടി തടയിട്ടിരിക്കുന്നത്. ഇനി സംഘപരിവാർ ഇത്രയും കാലം പുകഴ്ത്തി വാഴ്ത്തി നടക്കുന്ന ഈ ഒരു വീര സവർക്കർ ആരാണെന്ന ചോദ്യത്തിന് ചരിത്രം തരുന്ന ചില ഉത്തരം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. 2ാം ലോക മഹായുദ്ധ സമയത്ത് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായിരുന്ന സവർക്കർ അന്ന് മുന്നോട്ട് വെച്ച പ്രധാന മുദ്രാവാക്യം രാഷ്ട്രീയത്തെ ഹിന്ദുത്വവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു. ഹിന്ദുത്വത്തെ സൈനികവൽക്കരിക്കുക, കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയത്തെ ഹിന്ദുത്വവൽക്കരിക്കുക, ഹിന്ദുത്വത്തെ സൈനികവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തിനായി പോരാടുമ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിന് പിന്തുണ നൽകാനും ഹിന്ദു യുവാക്കൾക്ക് സൈനിക പരിശീലനം ലഭ്യമാക്കാൻ ബ്രിട്ടീഷ് യുദ്ധശ്രമങ്ങളെ സഹായിക്കാനുമാണ് അന്ന് അദ്ദേഹം നിലകൊണ്ടത് എന്ന് കൂടി ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1942 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ രാജ്യമെമ്പാടും ജനങ്ങൾ തെരുവിൽ രക്തം ചിന്തുമ്പോൾ അതിനെ ശക്തമായി വിമർശിച്ച ആളാണ് ഈ പറഞ്ഞ സവർക്കർ എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ബ്രിട്ടീഷ് സർക്കാരിന് അനുസരിക്കാനും യുദ്ധശ്രമങ്ങളിൽ തുടരാനുമാണ് അദ്ദേഹം സ്വയം അണികളോട് ആവശ്യപ്പെട്ടത്. അതായത് ബ്രിട്ടീഷ് സർക്കാരിനൊപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ട് മാത്രം പണിയെടുത്ത ഒരാളാണ് സവർക്കർ എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ബ്രിട്ടീഷ് അധികാര കൈമാറ്റ നിർദ്ദേശങ്ങളെയും കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര നിലപാടുകളെയും അദ്ദേഹം നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരുന്നു. 1910 ഇന്ത്യ ഹൗസുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് നാട് കടത്തിയ സവർക്കറെ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ 50 വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചിരുന്നത്. എന്നാൽ വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ശേഷം ബ്രിട്ടീഷ് സർക്കാരിന് നിരന്തരം ദയാഹർജികളും മാപ്പപേക്ഷകളും നൽകിയതിനു ശേഷമാണ് 1924 അദ്ദേഹം ജയിൽ മോചിതനാകുന്നത്. അതായത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതുപോലെ ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞ് പുറത്തിറങ്ങിയ ആളാണ് സവർക്കർ എന്നത് ചരിത്രപരമായ ഒരു വസ്തുത മാത്രമാണ്. തെളിവുകൾ സഹിതം യഥാർത്ഥ ചരിത്രം വിരൽ ചൂണ്ടി പറയുമ്പോൾ സംഘപരിവാർ സൃഷ്ടിച്ചെടുത്ത വീരപരിവേഷത്തിന്റെ യഥാർത്ഥ മുഖം പുറത്താകുമോ എന്നുള്ള ഭയമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ നിരന്തരം BJP-ക്കാർ അല്ലെങ്കിൽ RSS നൽകിയിരുന്ന പരാതി എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത ഒരാളെ എങ്ങനെയാണ് സ്വതന്ത്ര സമര സേനാനിയായി വാഴ്ത്തുന്നത് എന്ന് ചോദിക്കുന്നവരോട് അവരുടെ വായടപ്പിക്കാനാണ് ഭരണകൂട സംവിധാനങ്ങളെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ എല്ലാ നിലപാടുകളോടും രാഷ്ട്രീയത്തോടും എല്ലാവർക്കും യോജിപ്പൊന്നും ഉണ്ടാകണമെന്നില്ല. സവർക്കറെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചരിത്രപരമായ വായനയോട് കടുത്ത വിയോജിപ്പുള്ളവരും ഉണ്ടാക്കാം. അതൊക്കെ ജനാധിപത്യപരമായ സംവാദങ്ങളുടെ ഭാഗമാണ്. എന്നാൽ അതിന് മറുപടി നൽകേണ്ടത് കേസ് കൊടുത്തിട്ടോ പോലീസിനെ വിട്ടോ കോടതി കയറ്റിട്ടോ അല്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയപരമായ സംവാദങ്ങളിലൂടെയാണ് അതിന് മറുപടി നൽകേണ്ടത്. വസ്തുതയ്ക്ക് പകരം വസ്തുത കൊണ്ടും തെളിവുകൾക്ക് പകരം ചരിത്രരേഖകൾ കൊണ്ടും സംസാരിക്കാനുള്ള ആർജവമാണ്
രാഷ്ട്രീയ എതിരാളികൾ പോലും കാണിക്കേണ്ടത്. അല്ലാതെ ഭീഷണിയും കേസും കൊണ്ട് ശബ്ദങ്ങളെ അങ്ങ് അടച്ചു വെക്കാമെന്ന് കരുതുന്നവർക്ക് അങ്ങേയറ്റം അത് ഭീരുത്വമാണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ഈ കേസ് സുപ്രീം കോടതി റദ്ദാക്കിയതോടെ വലിയൊരു നിയമ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സംഭവം ഇന്ത്യയിൽ ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾ വളരെ വലുതാണ്. ഇന്നത്തെ ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എത്രത്തോളം ഇടമുണ്ടാകുന്നുണ്ട്? ഭരണകൂടത്തെ അധികാരത്തിലിരിക്കുന്നവരുടെ പ്രത്യയശാസ്ത്രത്തെയോ ചോദ്യം ചെയ്യുന്നവർക്ക് എത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ ഇവിടെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്? ചരിത്രത്തിലെ വിവാദ വ്യക്തികളെക്കുറിച്ചോ സംഭവങ്ങളെക്കുറിച്ചോ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് ചേർന്നതാണോ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ എതിരാളിയെ നേരിടേണ്ടത് തിരഞ്ഞെടുപ്പ് ഗോതയിലാണ്. അവരുടെ ആശയങ്ങളെ പരാജയപ്പെടുത്തേണ്ടത് കൂടുതൽ കരുത്തുറ്റ ആശയങ്ങൾ കൊണ്ടുമാണ്. ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് വികസനവും കൃത്യമായ തെളിവുകളും കൊണ്ടുമാണ്. എന്നാൽ എതിർ ശബ്ദം ഉയർത്തുമ്പോഴേക്കും നിയമ നടപടിയും ജയിൽവാസവും ഭീഷണിയുമായി മുന്നോട്ട് വരുന്ന പ്രവണത ഒരു വ്യക്തിക്കോ പാർട്ടിക്കോ മാത്രം എതിരെയല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് കൂടി തടസ്സമാണ്. കേസിൽ പ്രതിയാക്കിയെന്നത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാകില്ല എന്ന വലിയ സന്ദേശം കൂടിയാണ് ഈ സുപ്രീം കോടതി വിധി നമ്മുടെ മുന്നിൽ നൽകുന്നത്. ഭരണകൂടങ്ങൾ എത്രയൊക്കെ കെട്ടിച്ചമച്ച കേസുകളുമായി വന്നാലും രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്കും കോടതികൾക്കും വിചാരണ നടപടികൾക്കും കൃത്യമായ മാനദണ്ഡവുമുണ്ട്. നിയമപരമായ വിചരണാനുമതി അല്ലെങ്കിൽ വിചാരണാനുമതി അതുപോലും ഇല്ലാതെ രാഷ്ട്രീയ ലാക്കോടെ കൊണ്ടുവന്ന കേസിനെയാണ് സുപ്രീം കോടതി ഒറ്റത്തള്ളിന് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിധി രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ മാത്രം വിജയമായി കാണാൻ കഴിയില്ല. ഇത് ഭരണഘടനയും നിയമവ്യവസ്ഥയും ഉയർത്തിപ്പിടിക്കുന്ന നടപടിക്രമങ്ങളുടെ വിജയം കൂടിയാണ്. ഇന്ന് രാഹുൽ ഗാന്ധിക്ക് നേരെ ഉയർന്ന ഈ വേട്ടയാടൽ നാളെ മറ്റൊരു പ്രതിപക്ഷ നേതാവിനും നേരെയും ഉണ്ടാകാം. മറ്റന്നാൾ ഭരണകൂടത്തിന്റെ തെറ്റുകളെ ചോദ്യം ചെയ്യുന്ന സാധാരണക്കാരായ ഓരോ പൗരന് നേരെയും ഉണ്ടാകാം. അല്ലെങ്കിൽ നാളെ എനിക്കോ നിങ്ങൾക്കോ പോലും അത്തരത്തിലുള്ള ഈ പറഞ്ഞ കേസുകൾ വരാനും സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള പോരാട്ടം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയുള്ളതല്ല, ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ചരിത്രം എന്നത് അധികാരത്തിലിരിക്കുന്നവരുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റി എഴുതാനുള്ള ഒന്നുമല്ല. ചരിത്രരേഖകൾ പുറത്തു വരണം, തുറന്ന ചർച്ചകൾ നടക്കുകയും വേണം. ചരിത്രകാരന്മാരും പൊതുജനങ്ങളും അത് പരിശോധിക്കട്ടെ. ഒരു വ്യക്തിയെ മഹത്വവൽക്കരിക്കാനും വിമർശിക്കാനും ഒരേപോലെ അവകാശമുള്ള ഇടമാണ് ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. വിമർശിക്കുന്നവന്റെ വായടപ്പിക്കാൻ കേസും ഭീഷണിയുമായി വരുന്ന രാഷ്ട്രീയ ശൈലിയെ പൊതുസമൂഹം തിരിച്ചറിയുക തന്നെ വേണം. അധികാരത്തിന്റെ കരുത്തിലല്ല ജനാധിപത്യം ജീവിക്കുന്നത്, മറിച്ച് അതിനെ ചോദ്യം ചെയ്യാൻ ഭയമില്ലാതെ ഉയരുന്ന ഉറച്ച ശബ്ദങ്ങളിലൂടെയാണ്. വിയോജിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള പൗരന്റെ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യ ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത് എന്ന് പറയുന്നത്. സത്യവും തെളിവുകളും രേഖകളും സംസാരിക്കുമ്പോൾ ഏത് വലിയ അധികാര ശക്തികൾക്കും മുട്ടുമടക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായക വിധി എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടത് രാജ്യത്തിന്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതം കൂടിയാണ്.